ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്ന് രാവിലെ കിട്ടിയ 2 ട്രേഡ് എസ് എൽ ആണ് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ് 2 അത് രണ്ടും എസ് എൽ ആണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ പിന്നത്തെ കൊടുത്ത 3ാമത്തെ ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. ടൈം എടുത്തിട്ട് കിട്ടിയ ഫുൾ ടാർഗറ്റാണത്. നമ്മളെന്താ 2 ട്രേഡ് എസ് എൽ അടുപ്പിച്ച് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ 2 ട്രേഡൊക്കെ എസ് എൽ അടിച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഇപ്പോൾ ഇൻ കേസ് പ്രോഫിറ്റ് പോയി ഒരു 10-30 പോയിൻ്റ് ടിഫിൽ കിട്ടിയെന്ന് വയ്ക്കും. പിന്നത്തെ ട്രേഡ് എസ് എൽ പോയി, പിന്നത്തെ ട്രേഡും പ്രോഫിറ്റ് പോയി, പിന്നെ ഒരു പ്രോഫിറ്റ് പോയി, പിന്നെ ഒരു എസ് എൽ വന്നു. അപ്പോൾ 2 എസ് എല്ലായി, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നിർത്തുക. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എസ് എൽ അടുപ്പിച്ച് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ നിർത്തുക. അവിടെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ് ഒഴിവാക്കുക, അത് ചെയ്യേണ്ടത്. പിന്നെ നാളെ നമ്മൾ ഇരുന്നാൽ മതി. അല്ലാണ്ട് നമ്മൾ എസ് എൽ വന്നെന്ന് വെച്ചിട്ട് പിന്നെയും ഓവർ ട്രേഡ് ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു. ഇനി ട്രേഡൊന്നും ചെയ്യണ്ട. 2 എസ് എൽ എന്തായാലും അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വേറെ ഇനി ഓവർ ട്രേഡിനോ റിവെഞ്ച് ട്രേഡിനോ ഒന്നും കണ്ട ആവശ്യമില്ലെന്ന് ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് വർഷത്തെ എസ് എൽ 22,500 സീല്. ഇത് ഈസി ആയിട്ട് 2 ക്യാൻഡിൽ തന്നെ എസ് എൽ പോയി. പിന്നെ അവിടെ തന്നെ ഇറങ്ങിക്കോളാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇറങ്ങാത്തവരുണ്ടെങ്കിൽ അത് കോസ്റ്റ്യൂസിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ ഇടാത്തവർ, അതായത് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ട്രേഡ് ചെയ്യണവർ, അവർ ഒരിക്കലും എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ 10 പോയിൻറ്റ് എസ് എല്ലോടെ കൊടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ 2 ട്രേഡിൽ നിങ്ങൾ എസ് എൽ അടിച്ചാലും 20 പോയിൻറ്റ് എസ് എൽ പോകണുള്ളൂ, മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിറങ്ങാൻ നോക്കുക. എന്നാലാണ് നമുക്ക് കിട്ടേണ്ട സംഭവങ്ങൾ നല്ല രീതിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹ്യൂജായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക. നിങ്ങൾ എസ് എല്ലിനെ പേടിക്കുക, പ്രോഫിറ്റിനെ പേടിക്കുക, ആ സെറ്റപ്പ് നടക്കില്ല. ബേസിക്കലി പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മൾ ബേസിക് തിയറീസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് 22,450 PL. ഇത് നമുക്ക് ഫ്രീ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് പിന്നത്തെ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡാണത്. 72.05 72.05 ഈ ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കണത്. ഇത് നല്ല ക്ഷമ വേണം. ഈ ട്രേഡ് നല്ല ക്ഷമ വേണം. നാലാണ് ട്രേഡ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എവിടേക്ക് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു 42 പോയിൻ്റാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടണ ഒരു സംഭവം. 50 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടൈം എടുത്ത് കിട്ടിയ ട്രേഡ് ഒരു പ്രോഫിറ്റാണത്. അതിൻ്റെ ഇടയിൽ വേറെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഇതാണ്. ഇതും പേഴ്സണൽ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് 10 പോയിൻ്റ് നമ്മൾ ഇട്ടാണത് എസ് എല്ലിനെ സ്വൈപ്പ് ചെയ്ത ശേഷം കയറി പോവുക ചെയ്തത്. കയറി പോകുമ്പോൾ സെല്ലർ സ്കാനിലുണ്ട് പിന്നെയും മേടിക്കാം. സെല്ലർ സ്കാനിൽ എവിടെ വരണത് നോക്കാം, 108 വരണത്. ഞാൻ 97 റേഞ്ച് കൊടുത്ത്, പിന്നെ ഇത് വന്നേക്കണം 104 105. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അവിടെ എടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കാൻ ആരും നിർബന്ധിക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചാടി കയറി എടുത്ത് പറഞ്ഞാൽ പ്രോഫിറ്റിലുണ്ടോ. പിന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 138.80. അവിടെ നമുക്ക് എസ് എൽ തന്നെയാണ്, ഡയറക്റ്റ് എസ് എല്ലാണ് കേട്ടോ. പിന്നെ നമുക്ക് റീ എൻട്രി ആണുള്ളത്. റീ എൻട്രി ഇവിടെ കിട്ടിയിട്ടില്ല, നമുക്ക് കാണാമല്ലോ. 138.70 മുകളിൽ കയറിയിട്ടുണ്ട് ക്യാനിൽ വരെ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാനിലൊക്കെ അടിയിലാണ്. അപ്പോൾ അവിടെ എൻട്രി ഇല്ല. റെഡ് ക്യാനിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. റീ എൻട്രി ചെയ്യണ സമയത്താണെങ്കിലും നിങ്ങൾ ഈ റെഡ് ക്യാനിൽ നോക്കണം. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി ലോസ് റെഡ് ക്യാനിൻ്റെ അടിയിലാണ് എപ്പോഴും കിട്ടുക. നിങ്ങൾ അടിയിൽ റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നല്ല ബീറിഷ് ആവാനുള്ള പരിപാടിയാണെന്ന് അർത്ഥം. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറയണത്. ഈസി ട്രേഡാണ്, കണ്ടിന്യൂ ട്രേഡുകളാണ്. പക്ഷേ നല്ല ട്രേഡുകൾ തന്നെയാണ്. എല്ലാവർക്കും പ്രോഫിറ്റിക്ക് വരാൻ പറ്റുന്ന ഒരു ട്രേഡാണ് കേട്ടോ. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പിന്നെയും ട്രേഡൊക്കെ കൊടുത്തിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇത് എസ് എൽ ഒന്നും പോയില്ല. ഞാൻ പറഞ്ഞിരുന്നു അവിടെ തന്നെ നിങ്ങളൊരു ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങിക്കോന്ന് തന്നെ ഞാൻ പറഞ്ഞു. ട്രേഡൊക്കെ എസ് എൽ ഒന്നും പോയിട്ടില്ല. തിരിച്ച് കയറുമ്പോൾ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടിട്ട് പിന്നെയും മേടിക്കാം. സെല്ലേഴ്സ് സ്കാനിൽ നിങ്ങൾ നോക്കുക. ബയ്യേഴ്സ് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. പിന്നെ 48 വന്നു. നമ്മുടെ റേഞ്ച് 47 പോയിട്ട് വ്യത്യാസമാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എടുക്കുക. എടുത്തിട്ട് 65 വരെ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇഗ്നോർ ചെയ്യുക. ഈ ട്രേഡ് 22,400 CE ആണ് കേട്ടോ. ഇത് നമുക്ക് പേഴ്സണലി ചോദിച്ച ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ട്രേഡാണ്. ഈ ട്രേഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് എസ് എൽ അടിച്ചിട്ടുണ്ട്. ഈ ട്രേഡ് ഫസ്റ്റ് എസ് എല്ലാണ്. എന്നിട്ടാണിത് ടാർഗറ്റിക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ബയ്യേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. മനസ്സിലായില്ലേ? പക്ഷേ ഇത് കറക്റ്റ് 10 പോയിൻ്റ് സ്വൈപ്പ് ചെയ്ത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്വൈപ്പിങ് നടന്നിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് കയറിയപ്പോൾ റീ എൻട്രി ആണ്. റീ എൻട്രിയിൽ നിങ്ങൾക്ക് ഇവിടെ പിന്നെയും കാണാം, ഇവിടെ ഒരു ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിൽ കിട്ടും. അത് റീ എൻട്രിയിലാണ് ഈ 50 പോയിൻ്റ് പോയിക്കുന്നത്. CE സൈഡാണ് കേട്ടോ. അത് പേഴ്സണലി ചോദിച്ചാൽ ആൾക്കാണ് കൊടുത്തത്, അല്ലാണ്ട് എനിക്ക് ഞാൻ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇട്ടാണ് സംഭവമല്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നല്ല ട്രേഡുകൾ ആ ടൈമിൽ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. പക്ഷേ ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എസ് എൽ സ്വൈപ്പ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ എൻട്രിയിലാണ് ഫുൾ ടാർഗറ്റ് പോയിക്കുന്നത്.
ഈ സ്വൈപ്പ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോൾ ക്യാൻഡിൽസിന് മൂവ് ചെയ്യാനുള്ള ഒരു SL ആണ് ഞാൻ എപ്പോഴും 10 പോയിന്റ് നിഫ്റ്റിക്ക് ഇടുന്നത്. അതിൻ്റെ ഇടയിലേക്ക് വരികയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതിന് ഞാനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഡ് എടുക്കുന്ന സമയത്ത് ഇത്തിരി അടിയിൽ നിന്നൊക്കെ എടുക്കുക. ഇപ്പം ഇത്രയും വലിയ ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടില്ലേ, വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വലിയൊരു ക്യാൻഡിൽ നിന്ന് എടുത്താൽ മതി എൻട്രി. അപ്പോൾ നമുക്ക് ഈ സ്വൈപ്പിംഗ് കൊണ്ട് നടക്കില്ല, കറക്റ്റായിട്ട് അത് പ്രൊട്ടക്റ്റ് ആയി നിന്നോളൂ. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലിമിറ്റ് ഓർഡറിൽ എല്ലാവരും എടുക്കും, മനസ്സിലായില്ലേ? ലിമിറ്റ് ഓർഡർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് SL തന്നെയാണ് കറക്റ്റ്. സിസ്റ്റത്തിൽ 10 പോയിന്റ് SL ഇട്ട് കഴിഞ്ഞാൽ അത് അടിച്ച് പോകും കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അടിയിലേക്ക് വന്നിട്ട് തന്നെ എടുക്കേണ്ട വരും. അതെപ്പോഴും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള തിങ്കിങ് അല്ല, മനസ്സിലായാല്. ഇവിടെ ഇത്രയും ക്യാൻഡിലുകൾ ഫോമായി, അതായത് ഇപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയ ശേഷം 1 2 3 4 ക്യാൻഡിൽ ഫോമായിട്ടാണ് 4ാമത്തെ ക്യാൻഡിലാണ് ലിമിറ്റിക്ക് വന്നത്. അപ്പോൾ എനിക്ക് ലിമിറ്റ് അല്ല SL സൈഡ് ബൈ എന്നൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് ലിമിറ്റിലെത്തുമ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ആവും, മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ SL ഇടും, അത് ഓട്ടോമാറ്റിക്കലി അടിക്കും, അതുണ്ടാവുക. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു റീ എൻട്രി മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും തരും. അങ്ങനത്തെ ഒരു റീ എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈസി ആയിട്ട് പ്രൊട്ടക്റ്റ് ആയി തന്നിട്ടുള്ള SL തന്നെയാണത്. ക്ഷമ വേണം കേട്ടോ, ക്ഷമ നല്ല രീതിക്ക് വേണം. ഇനി ഒരു 1 വേയിൽ ട്രേഡ് പ്രോഫിറ്റിക്ക് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു 39 പോയിന്റാണ് 1 വേയിൽ കിട്ടിയാണത്. ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടൈം എടുത്ത് കിട്ടിയാണ് സംഭവമാണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് സംഭവിച്ചത്. നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ഒക്കെ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ വ്യൂ. ക്രൂഡ് ഓയിലിൻ്റെ വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയാണ് ഇന്നലെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഒരു വ്യൂ, അത് തന്നെയാണ് ഇന്നത്തെ വ്യൂ. ഓൾറെഡി ഒരു എൻട്രിയിലാണ് നിൽക്കുന്നത് ക്രൂഡ് ഓയിൽ. ഇതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞ ഒരാളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റി സ്പോട്ട് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണ പോലെ തന്നെയാണ്. നമുക്ക് 10 പോയിന്റ് SL തന്നെയാണ് ക്രൂഡ് ഓയിലിൽ, അല്ലേ 15 പോയിന്റ് SL ഇടുക. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ SL അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇടണം കേട്ടോ, അതാണ് സംഭവം. ഞാനിവിടെ ഒരു 10 പോയിന്റാണ് പറയണത്, നമുക്ക് 15 വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലാണ് ഈ എൻട്രിക്കൊക്കെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡാണ്. പക്ഷെ ഞാനിത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേ സംഭവം തന്നെയാണ് ഇന്നലെയും തന്നത്. 57 84 എന്ന് പറഞ്ഞ ലെവൽ തന്നെയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം നോക്കിക്കോ, മനസ്സിലായില്ലേ? ഈ 12-ാം തീയതിയാണ് ഡേറ്റ്. കറക്റ്റ് എവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിക്കണത്? 57 84 എന്നാണ് എൻ്റെ സപ്പോർട്ട് കിട്ടിയാണത്. എൻ്റെ സപ്പോർട്ട് കിട്ടി, നേരെ അത് കയറി റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കയറി നിന്നു. ഞാൻ അവിടെ നിന്ന് എടുത്ത് മുകളിലേക്ക് പോകണം, ഏതാണ് 59 25 വരെ. അതിനുള്ള ഫ്യൂവൽ അവിടെ ഉണ്ടെങ്കിൽ അത് കയറും കേട്ടോ, നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ആണ് ഈ പറയണത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു തിയറിയും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തിരിയോടെയും സക്സസ് റേഷ്യോ വരും. നിങ്ങളെപ്പോഴും ഒരു സ്ട്രാറ്റജി, ഞാനിപ്പോൾ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യണത്. അങ്ങനെ നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, അതിൽ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് വർക്കാവേണ്ടത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യും. നിങ്ങൾ 100 സ്ട്രാറ്റജിക്ക് പിന്നാലെ പോണ നേരം ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോണതാണ്. പിന്നെ മാക്സിമം നിങ്ങൾ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കായി എന്നൊക്കെ തോന്നണമെങ്കിൽ സ്പോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നും, മനസ്സിലായില്ലേ? സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് വർക്കാനൊക്കെ തോന്നും. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രൈക്ക് ചാർട്ടും കൂടി ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രൈക്ക് ചാർട്ടിലാണ് അതിൻ്റെ ബൈയിങ് സെല്ലിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് ചാർട്ടിൽ നിങ്ങൾക്ക് കറക്റ്റ് ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഞാൻ എത്തി എന്നുള്ള കോൺഫിഡൻസ് വരുന്ന നേരത്ത് നിങ്ങൾ സക്സസ് ആണ് കേട്ടോ. അത് ഞാൻ പറയാമല്ലോ. സ്ട്രൈക്കിലും കൂടി നിങ്ങൾക്ക് എക്സാക്റ്റ് ബൈയിങ് പ്രൈസ് എവിടെയാണ് വരുന്നത്, എവിടെയാണ് ഇതിൻ്റെ ഓർഡറുകൾ എടുക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. ട്രേഡിങ് ഒരു ഈസി സംഭവമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ട്രേഡിങ്. പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണപ്പോൾ പരിപാടിയല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് പോലത്തെ ഒരു സംഭവമല്ല ഓപ്ഷൻ ട്രേഡിങ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ കാര്യമായിട്ട് തന്നെ അത് പ്രയത്നിച്ചാലും നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടായാലേ അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.